ഹലോ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ മിനി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അതേ രാവിലെ എഴുന്നേറ്റ് എനിക്കിന്ന് ഡ്യൂട്ടിയുള്ള ദിവസമായിരുന്നു. നമ്മുടെ ആമുട്ടന് ജോബിൻ ചേട്ടന് നൈസായിട്ട് പനി പിടിച്ചു. ജോബിൻ ചേട്ടനായിരുന്നു ആദ്യം പനി പിടിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ആമുട്ടന് ഇന്ന് രാവിലെ തൊട്ട് പനിയായി. അപ്പോൾ ജോബിൻ ചേട്ടൻ ഇന്ന് ലീവായിരുന്നു. പക്ഷെ എനിക്കിന്ന് ലീവ് എടുക്കാൻ പറ്റില്ല കേട്ടോ. കുറേ സ്റ്റാഫ്മാർ ലീവ് ഉള്ളതുകൊണ്ട് തന്നെ എന്തായാലും പോകണം. അങ്ങനെ ഞാൻ ഡ്യൂട്ടിക്ക് റെഡിയായി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് അപ്പവും മുട്ടക്കറിയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ ഡ്യൂട്ടിക്ക് പോകാനാണ്. അപ്പോൾ ആമുട്ടനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞു. ജോബി ചേട്ടൻ ബസ് സ്റ്റോപ്പിൽ തന്നെ കൊണ്ടാക്കി. അങ്ങനെ നമ്മൾ ഡ്യൂട്ടി സ്ഥലത്ത് എത്തിയിട്ട് വന്ന് നമ്മുടെ ഡോക്ടർ ഇല്ല, അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒ പിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പക്ഷേ വേറെ കുറേ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതും കാര്യങ്ങളൊക്കെ ചെയ്തു. അതൊക്കെയായിരുന്നു നമ്മുടെ ഡ്യൂട്ടിയിൽ ഇന്നത്തെ വിശേഷങ്ങൾ. അത് കഴിഞ്ഞിട്ട് നമ്മളിതാ ഒരു 11 മണിയായപ്പോൾ കട്ടൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. കൊക്കുവടയായിരുന്നു കേട്ടോ കഴിക്കാനുണ്ടായിരുന്നത്. അങ്ങനെ ഈ 2 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ ഇറങ്ങി. അപ്പോഴാണ് ഇവിടെ അമ്പലത്തിൽ പ്രതിഷ്ഠ, അതിനാണ് കുറച്ച് പേഷ്യൻസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളും വേറൊരു സ്റ്റാഫും കൂടി പോയിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ. അപ്പോൾ ഞാനിവിടെ അമ്പലത്തിൽ സദ്യ കഴിക്കാൻ പോകാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അമ്പലത്തിൽ സദ്യ. അടിപൊളി സദ്യയായിരുന്നു. അങ്ങനെ സദ്യയും കാര്യങ്ങളൊക്കെ കഴിച്ചു. അടിപൊളി ഒരു പായസം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇതാണ് കേട്ടോ ഇവിടുത്തെ അമ്പലം. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ അമ്പലത്തിൽ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നേരെ ഇറങ്ങി. അപ്പോൾ നേരെ ശക്തനിൽ പോയി ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് അപ്പോഴേക്കും ജോബിൻ ചേട്ടൻ കൊണ്ടുവരാനായിട്ട് വന്നു. അപ്പോൾ ഞാൻ ബസ് സ്റ്റോപ്പിൽ എത്താറായപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജോബിൻ ചേട്ടൻ വന്നത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. നമ്മുടെ ആമുട്ടിന് പനി കുറയാത്തതുകൊണ്ടാണ് നമ്മൾ വിചാരിച്ചു ഡോക്ടറെ കാണാൻ പോവാന്ന്. അങ്ങനെ ജൂബിലിയിലെ ഡോക്ടറെയാണ് കേട്ടോ ആമുട്ടിനെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഡോക്ടർ വന്ന് ഇരിക്കട്ടെ ഉച്ച കഴിഞ്ഞിട്ട്. അപ്പോൾ ഡോക്ടറെ കണ്ട് മെഡിസിനും കാര്യങ്ങളൊക്കെ വാങ്ങി. ആമുട്ടിന് ഒട്ടും വയ്യായിരുന്നു. അങ്ങനെ ഡോക്ടറെ കണ്ടിട്ട് നേരെ ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് നേരമൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് ജോബിൻ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഫുഡ് കഴിച്ചതുകൊണ്ട് തന്നെ എനിക്ക് വിശക്കുണ്ടായിരുന്നില്ല. ജോബിൻ ചേട്ടന് ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിതാ സൊമാറ്റോ അല്ല സ്വിഗ്ഗിയിലാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു. ബിരിയാണിയാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ പോകണം. അപ്പോഴേക്കും നമ്മുടെ ആമുട്ടൻ്റെ പനിയൊക്കെ അത്യാവശ്യം കുറഞ്ഞ് ഓക്കെ ആയി തുടങ്ങി. മെഡിസിനൊക്കെ കൊടുത്തപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇന്ന് ഈ മൂവിയാണ് കണ്ടത് കേട്ടോ. ഈ മൂവി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഈ മൂവിയൊക്കെ കണ്ടു. അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ ദിവസത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു അടിപൊളി വ്ളോഗായിട്ട് വീണ്ടും വരാം. ടാറ്റാ.